പ്രണയങ്ങളുടെയോ പ്രേമങ്ങളുടെയോ കണികളിലോ വലയങ്ങളിലോ പെട്ടുപോയ സഹോദരിമാർ, അവരിൽ മുസ്ലിമീങ്ങളോട് ബന്ധമുള്ളവരുണ്ട്, അമുസ്ലിമീങ്ങളോട് ബന്ധം വെക്കുന്നവരുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാട് മറ്റുള്ള പ്രത്യേകിച്ചിട്ട് മാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അവിടെ പല ആളുകൾ പഠിക്കുന്നത് കൊണ്ടും അങ്ങനെ പല അവിഹിത ബന്ധങ്ങളുടെ കഥകൾ പല സമയത്തും കേൾക്കാറുണ്ട്, വിഷമം തോന്നാറുണ്ട്. പൊന്നു സഹോദരി, ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി, ഒരു നിമിഷത്തെ താല്പര്യത്തിന് വേണ്ടി, ഒരു നിമിഷത്തെ ആവേശത്തിന് വേണ്ടി പടച്ച റബ്ബിനെ മറന്നാൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിരന്തരമായി അല്ലാഹുവിന്റെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ സഹിക്കാനുള്ള ശേഷി നിനക്കുണ്ടോ എന്നോർത്തു നോക്കുക. ഏതായാലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനെ വിളിച്ചു. നോക്കുമ്പോ മുടിയൊക്കെ ഭംഗിയായി വെട്ടി വളരെ മനോഹരമായ നല്ല സ്റ്റൈലുള്ള ഒരു ചെറുപ്പക്കാരൻ. പ്രത്യേകിച്ചിട്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വല്ലാത്ത ഗ്ലാമറാണ് അല്ലെ, അങ്ങനല്ലേ? നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നല്ല ഗ്ലാമറാണ്, മനോഹരമായ. അള്ളാഹുവിന്റെ വലിയൊരു സൗഭാഗ്യമാണ് നമ്മുടെ കാസർഗോഡ് ജില്ല പ്രത്യേകിച്ചിട്ട്. അള്ളാഹു സൗന്ദര്യവും എല്ലാവിധ സുഖങ്ങളും നൽകി അനുഗ്രഹിച്ച ഒരു നാടാണ്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ലഭിക്കുമ്പോൾ അതിന് തിരിച്ച് നന്ദി ചെയ്യണം, അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ സഹോദരന്റെ ഭംഗി ആ പെണ്ണിനെ വശീകരിക്കുകയാണ്, ആ പെണ്ണിന് താല്പര്യം വരികയാണ്. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളൊക്കെ മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഷോപ്പിലേക്കും അത് സെയിൽസ്മാൻ ആയിട്ടും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്കും അങ്ങാടികളിലേക്കും ഒക്കെ പോവാറുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? ആരെങ്കിലും ഒന്ന് കണ്ടോട്ടെ, എന്റെ ഭംഗി ആളുകൾ ആസ്വദിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. പക്ഷേ ആ ലക്ഷ്യം പോലും ഹറാമാണ്, ആ ലക്ഷ്യം പോലും തെറ്റാണ്. ഉമർ തങ്ങൾ ഉടനെ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പോടാ ബാർബർ ഷോപ്പിൽ പോയി വാ, എന്നിട്ട് മുടി മുണ്ടനം ചെയ്ത് മൊട്ടയടിച്ച് വരാൻ പറഞ്ഞു. മൊട്ടടിച്ചപ്പോഴേക്കും വല്ലാത്ത ഭംഗി വർദ്ധിച്ചു. ചില ആളുകൾ അങ്ങനെയില്ലേ, സ്റ്റൈലുള്ള ആളുകൾ എങ്ങനെ ആയാലും സ്റ്റൈൽ തന്നെയാണ്. ഒരു കാക്ക 1000 വർഷം പാലിൽ കുളിച്ചാലും കുക്കിനെ പോലെ ആവൂല. അപ്പൊ നമ്മളെ പോലെ കുറച്ച് ആളുകളൊക്കെ കുറെ ഫൗണ്ടേഷനും കുറെ ഫെയർലോലും കുറെ ഫെയർ ഹാൻഡ്സും ഒക്കെ ഇട്ടാല് വെളുക്കാൻ പോകുന്നില്ല, അത്രേ ഉണ്ടാവും. അപ്പൊ ഭംഗിയുള്ള ആളുകൾ ഇനി ഒന്നും തേച്ചില്ല, കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചു, മൊട്ട അടിച്ചു, എന്നാലും കുഴപ്പമില്ല, അവർ ഭംഗി തന്നെയാണ്. അപ്പൊ ആ ചെറുപ്പക്കാരൻ ബാർബർ ഷോപ്പിൽ പോയി മൊട്ട അടിച്ചു മുണ്ടനം ചെയ്തു വന്നു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഭംഗി. നമുക്കറിയായിരിക്കും, നമ്മളൊരു ഇസ്ലാമിക് പാട്ടുകളൊക്കെ പാടുന്ന മഹർസൈനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? മഹർസൈൻ അറിയില്ല, നല്ലൊരു കഷണ്ടിയാണ്, നല്ല ലുക്കാണ് അല്ലെ, മുടിയൊക്കെ മൊട്ടടിച്ചു വരാം. അപ്പൊ ഏതായാലും അങ്ങനെ ചില ആളുകൾ മൊട്ടടിക്കുമ്പോഴേക്കും ഗ്ലാമർ കൂടി. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ അയാൾക്ക് തലപ്പാവ് കൊടുക്കും, തലപ്പാവ് ധരിക്കാൻ പറഞ്ഞു. തലപ്പാവ് ധരിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ഇതിനേക്കാളും ഭംഗി കൂടി. അപ്പൊ പറഞ്ഞു, ഇനി എന്റെ മദീനയിൽ നിൽക്കാൻ പാടില്ല, വേഗം മദീന വിട്ട് ബസ്രയിലേക്ക് പോകണം. ഈ കാരണം ഒരു പെണ്ണിന് പോലും വേണ്ടാത്ത ചിന്ത വരാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചെറുപ്പക്കാരൻ വല്ല തെറ്റ് ചെയ്തു? സൗന്ദര്യം ശാപമായിരിക്കും ചില സമയങ്ങളിലൊക്കെ അല്ലെ? സൗന്ദര്യം ചില ആളുകൾക്ക് വിപത്തായിട്ട് സംഭവിക്കാറുണ്ട്. അതേപോലെ ഒരാളാണ് മഹാനായ ഈ നസ്ർ ഇബ്നു ഹജ്ജാജ് എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹത്തിന്റെ സൗന്ദര്യം, അദ്ദേഹം ആരെയും വശീകരിക്കാൻ പോയോ ഇല്ലേ എന്നത് വേറെ വിഷയമാണ്. അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ട് ഒരു പെണ്ണ് ആസ്വദിച്ചപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, മോനെ, നീ ഇനി മദീനയിൽ നിൽക്കരുത്. എന്റെ മദീനയിൽ ഒരു പെണ്ണിന് പോലും വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല. പിന്നെ വ്യഭിചാരം ഉണ്ടായാലുള്ള കഥ എന്താണ്? വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത പോലും എന്റെ മദീനയിൽ ഉണ്ടാവാൻ പാടില്ല, നീ നാട് വിട്ടോളണം എന്ന് പറഞ്ഞ് ബസ്രയിലേക്ക് നാട് കടത്തിയെന്ന. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തിന്മയെ നമ്മൾ ലഘൂകരിച്ച് കാണാൻ, നമ്മൾക്ക് ചാറ്റ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ വീഡിയോ കോൺഫറൻസ് നടത്തുന്നതോ ഇമേജുകൾ ടെക്സ്റ്റുകൾ പരസ്പരം കൈമാറുന്നതോ ഒന്നും കുഴപ്പമേ അല്ല. പിന്നെ ഇതൊക്കെ എപ്പോഴാ കുഴപ്പമാവുന്നത്? പിന്നെ ചെറിയൊരു വഞ്ചനയും ചതിയും ബ്ലാക്ക് മെയിലിംഗും നടത്താൻ പോവാൻ നമ്മൾ അയച്ചു കൊടുത്തൊരു ഇമേജ്, അത് വെച്ചിട്ട് നിന്റെ ജീവിതം വിലപേശാൻ, നിന്റെ കുടുംബത്തെ വിലപേശാൻ ആ സമയത്താണ് നീ വിരൽ കടിക്കസു. പടച്ചോനെ, ഇത് വേണ്ടായിരുന്നല്ലോ. ഉസ്താദുമാര് പറഞ്ഞതൊക്കെ സത്യമാണല്ലോ. ഞാൻ വിചാരിച്ചു ഇവൻ എന്നോട് വല്ലാത്ത ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണെന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണ്. ഇവന്റെ താല്പര്യം എന്റെ ശരീരമായിരുന്നു എന്ന് നിനക്ക് തോന്നാൻ തുടങ്ങുന്നൊരു സമയം വരാനുണ്ട്. അപ്പോഴേക്കും നിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും നിന്റെ സമയം കഴിഞ്ഞു. പിന്നെ നീ ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ കാര്യമുണ്ടാവൂല.
അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത് പോലെ അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ചു നന്നാവാനുള്ള സമയമായിട്ടില്ലേ എന്ന ചോദ്യം ഉണ്ട് റബ്ബേ. ഞങ്ങൾക്കൊക്കെ നന്നാവണമെന്നുണ്ട് റബ്ബേ. ഞങ്ങളൊക്കെ നന്നാവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു നമ്മയൊക്കെ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും അത് തന്നെയാണ്. ഒരു ചെമ്മാടിയായ ഒരാൾ അയാൾക്ക് എത്ര തെറ്റ് ചെയ്താലും ഒരു ഈച്ച മൂക്കിന്റെ വക്കിലൂടെ പാറിയതുപോലെ ഉണ്ടാവും. അയാൾക്കൊരു വിഷയമല്ല. എന്നാൽ ഒരു മുഅ്മിനായ ഒരാൾ ഒരു തെറ്റ് ജീവിതത്തിൽ വന്നുപോയാൽ ഒരു പർവ്വതം ശരീരത്തിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മൾക്കും ബോധം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്കും ബോധം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഒരു സമൂഹത്തെയും വെറുതെ നശിപ്പിച്ചിട്ടില്ല. ഒരു സമൂഹത്തെയും അല്ലാഹു വെറുതെ കൊന്നുകളഞ്ഞിട്ടില്ല. ഒരു സമൂഹത്തിനും അല്ലാഹുവിന്റെ അദാബ് വെറുതെ അല്ലാഹു അയച്ചിട്ടില്ല. അല്ലാഹു തന്നെ പറയട്ടെ പരിശുദ്ധമായ ഖുർആനിൽ വമാ അസ്വാബകും മിൻ മുസീബ. ഒരു സമൂഹത്തിനും ആപത്തുകളോ വിപത്തുകളോ ഞാൻ അയച്ചിട്ടില്ല. ഫബിമാ കസബത് ഐദീകും. ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫബിമാ കസബത് ഐദിന്നാസ്. അത് ജനങ്ങൾ ചെയ്ത ആ ഒരു തിന്മകൾ കാരണമാണ്. തെറ്റ് ചെയ്തത് കാരണം ശിക്ഷിക്കൂല. അത് ശ്രദ്ധിക്കണം നമ്മൾ. തെറ്റ് ചെയ്തത് കാരണം ഒരാളെയും ശിക്ഷിക്കില്ല. തെറ്റ് ചെയ്ത് തൗബ ചെയ്യാൻ നീ താല്പര്യം കാണിച്ചില്ലേ, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സന്മനസ് നിനക്കുണ്ടായില്ലേ, അപ്പോഴാണ് ശിക്ഷകൾ ഇറങ്ങുന്നത്. തെറ്റ് ചെയ്തത് കാരണം ഒരാളെയും അല്ലാഹു ശിക്ഷിക്കില്ല. അങ്ങനെയാണ്. തൗബ ചെയ്യാൻ വിസമ്മതിക്കുമ്പോൾ ഉടനെ പടച്ചറപ്പിന്റെ അദാബ് നമ്മളിലേക്ക് കടന്നു വരും. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ വയഅഫു അൻ കസീർ. നിങ്ങൾ ചോദിക്കാതെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. തൗബ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുണ്ട് ഒരുപാട് പാപങ്ങൾ. അങ്ങനെയുണ്ട് ഉസ്താദേ. ദുആ ചെയ്യാതെ ഇസ്തിഗ്ഫാർ ചൊല്ലാതെയൊക്കെ അല്ലാഹു പാപങ്ങൾ പുറത്തു തരും എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നത്. നമ്മുടെ ചെറുദോഷങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ തൗബ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുദോഷങ്ങൾ അല്ലാതെ തന്നെ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരികയാണ്. അർ-റമളാനു ഇലർ റമളാൻ. കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ റമളാനിനെ കാത്തിരുന്നത് കാരണം അതിന്റെ ഇടയിൽ വന്നു പോയ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. الصلاة إلى الصلاة. ഒരു നിസ്കാരം മുതൽ ളുഹർ നിസ്കാരം മുതൽ അസ്ർ വരെ നിസ്കാരത്തെ കാത്തിരുന്ന സമയം, അതിനിടയിൽ നമ്മുടെ ഭാഗത്ത് വരുന്ന ചെറുദോഷങ്ങൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ജുമുഅത്തു ഇലൽ ജുമുഅ. പരിശുദ്ധമായ ജുമുഅ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. ഇനി നാളെ വരാനിരിക്കുകയാണ്. ഈ ജുമുഅയുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ് ചോദ്യമില്ലാതെ. ഇത് പറഞ്ഞത് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമിന്റെ സദസ്സിലേക്ക് വന്നത് കാരണം, വഅലിന്റെ സദസ്സിലേക്ക് വന്നത് കാരണം, ദിക്റിന്റെ മജ്ലിസിലേക്ക് വന്നത് കാരണം, മജ്ലിസിനൂറൊക്കെ അതൊരു പ്രകാശത്തിന്റെ സദസ്സായി, ഹൃദയത്തിന്റെ പ്രകാശമായി, മുഖത്തിന്റെ പ്രകാശമായി നമ്മുടെ നാടുനീള പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ അങ്ങനെയുള്ളൊരു സദസ്സിൽ വന്നിരിക്കാൻ തയ്യാറായാൽ അല്ലാഹു പറയുന്ന പരിശുദ്ധമായ സ്വഹീഹായ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ സലാത്ത്, ഈ പരിപാടി കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് മജ്ലിസുൻ നൂർ കഴിഞ്ഞ് സലാത്ത് ചൊല്ലി വീട്ടിലേക്ക് പുറപ്പെടുമ്പോഴേക്കും നിങ്ങളുടെ ചെറുദോഷങ്ങൾ എല്ലാം ഞാൻ മാപ്പ് ചെയ്തിരിക്കുകയാണ്. ചെറുദോഷങ്ങൾ ഇങ്ങനെ തന്നെ പൊറുക്കപ്പെടുന്നുണ്ട്. ഒരു സലാത്ത് ചൊല്ലുമ്പോ അതോടൊപ്പം 10 ചെറുദോഷങ്ങൾ അല്ലാഹു മായ്ച്ചു തരുന്നുണ്ട്. ഒരു സദഖ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ചെറുദോഷങ്ങൾ അല്ലാഹു മാപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമ്പോ ഇനി ബാക്കിയുള്ളത് വൻദോഷങ്ങളാണ്. വയഅഫു അൻ കസീർ. നിങ്ങൾ ചോദിക്കാതെ തന്നെ ചിലത് പുറത്തു തരുമ്പോ നിങ്ങൾ ചോദിക്കണം വൻദോഷങ്ങളിൽ നിന്ന്. അല്ലാഹു പുറത്തു തരണമെങ്കിൽ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യ്. അല്ലാഹു നമ്മൾക്ക് മാപ്പ് നൽകുമാറാവട്ടെ. വഹറൽ ഫസാദു ഫിൽ ബദ്ദി വൽ ബഹർ
കടലിലും കരയിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരാനുള്ള കാരണം സുനാമികൾ, കൊടുങ്കാറ്റുകൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് പോലെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരാനുള്ള കാരണം അള്ളാഹു വെറുതെ കൊടുത്തതല്ല. അതൊക്കെ അള്ളാഹുവിനോട് അതിക്രമം കാണിച്ചു തൗബ ചെയ്യാൻ മടി കാണിച്ചത് മൂലം അള്ളാഹു അവരെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടെ താക്കീതായി ഇടയ്ക്കിടെ ചില പണിഷ്മെന്റുകൾ കൊടുത്തില്ല എങ്കിൽ അവർ ഞാനുണ്ട് എന്ന് തന്നെ മറന്നു പോകും, അള്ളാഹു ഉണ്ട് എന്ന് തന്നെ മറന്നു പോകും. അങ്ങനെ മറക്കാതിരിക്കാൻ ഇടയ്ക്കിടെ ചില ട്രീറ്റ്മെന്റുകൾ, ചില പരീക്ഷണങ്ങൾ, ചില അള്ളാഹുവിന്റെ അദാബുകൾ ഒരു വാണിംഗായി, ഒരു താക്കീതായി അള്ളാഹു സമൂഹത്തിന് അയച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. എന്തിനാണ് അദാബുകൾ ഇറക്കുന്നത്? ലഅല്ലഹും യർജിഊൻ. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും ഈ മഞ്ചേശ്വരത്ത് നിൽക്കുന്ന എല്ലാ തോന്നിവാസികളും വിചാരിക്കണം, പടച്ചവനെ അവിടേക്ക് ഭൂകമ്പം എത്തി, ചൈനയിലേക്ക് സുനാമി എത്തി, ഇന്തോനേഷ്യയിൽ സുനാമി എത്തി, മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കൊടുങ്കാറ്റെത്തി, ഇനി നമ്മുടെ മഞ്ചേശ്വരത്തേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. എന്തിനാണ് ഇതൊക്കെ അല്ലാഹു ശിക്ഷകൾ നൽകിയത്? ലഅല്ലഹും യർജിഊൻ. ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണല്ലോ, ഞാനൊന്ന് തൗബ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, ഞാനൊന്ന് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ. പത്രങ്ങളിൽ വായിക്കുന്ന ആളുകളല്ലേ നമ്മൾ. ആക്സിഡന്റിന്റെ വാർത്തകൾ കേൾക്കുമ്പോ എന്തേ ഞങ്ങളുടെ വണ്ടികളും ആക്സിഡന്റ് ആയിക്കൂടെ, ഞങ്ങളുടെ കുടുംബങ്ങളിലും അപകടങ്ങൾ നടന്നൂടെ? ഇതൊരു ഇങ്ങനെ ഒരു വാർത്തകൾ വായിക്കുമ്പോ ഉടനെ നമ്മൾ കരുതണം ലഅല്ലഹും യർജിഊൻ. ഈ ആക്സിഡന്റിന്റെ വാർത്തകൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ചെവിയിലേക്ക് തുളച്ചു കയറുന്നത് തന്നെ എന്റെ ഡ്രൈവിംഗിൽ ചെറിയൊരു അവയർനെസ് എനിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ചെറിയൊരു ബോധം എനിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന്മാരെ, കേരളക്കരയെ, കാസർഗോഡ് ജില്ലയെ പ്രത്യേകിച്ചിട്ട് കണ്ണീരിലാഴ്ത്തിയ, ദുഃഖത്തിന്റെ കരിനിഴൽ വീഴ്ത്തിയ ഒരപകടം നമ്മുടെ നാട്ടിൽ നടന്നപ്പോ ഈ ചുറ്റുകൂടിയിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നാടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഓരോ വാതിന്റെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും ഒരു ദിവസം ഒരു ആക്സിഡന്റ് കാണാത്ത ദിവസമില്ല. ഇങ്ങനെ നിരന്തരമായി ആക്സിഡന്റുകൾ നടക്കുമ്പോ നിങ്ങൾ ദയവ് ചെയ്ത് വാഹനങ്ങളിൽ കയറുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ എന്റെ വാഹനത്തെ, എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ ഞാൻ നിന്നെ ബലമേൽപ്പിച്ചുകൊണ്ടാണ് കയറുന്നത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അല്ലാഹുവേ ഈ ഒരു വാഹനം എനിക്ക് കീഴ്പ്പെടുത്തി തന്ന റബ്ബേ നീ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വാഹനത്തിൽ കയറുക, എന്നിട്ട് മാന്യമായി ഡ്രൈവ് ചെയ്യുക. എന്നാൽ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ സംരക്ഷിക്കും. അല്ലാതെ ഒരു ദിക്റുമില്ല, ഒരു ഫാത്തിഹയില്ല, ഒന്നുമില്ലാതെ മൃഗത്തെ പോലെ വണ്ടിയിൽ കയറി, ഇല്ലാത്ത വണ്ടിയിൽ കയറി ഒരു ലക്ഷ്യമായി പോവുക. ഇതിന് അല്ലാഹു ചില ആളുകൾക്ക് താക്കീത് നൽകുകയാണ്. അല്ലാഹു മരിച്ചുപോയ ആളുകൾക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു ആ കുടുംബത്തിന് നല്ലൊരു പകരം നൽകട്ടെ. അല്ലാഹു ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ നാട്ടുകാരെയും സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്തിനാണ് ഇതൊക്കെ നൽകുന്നത്? ലിയുദീഖഹും ബഅലല്ലദീ അമിലൂ. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചില പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു തരാനാണ് ഈ ശിക്ഷകൾ. ലഅല്ലഹും യർജിഊൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ നന്നാവണം, മാറണം. അതിന് അല്ലാഹു നമ്മൾക്ക് തൗഫീഖ്